തുടക്കത്തിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതും നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പരമാവധി നവനീതിന് സമയം നൽകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാതിരുന്ന ഒരു കാര്യം പറയാം. ഒന്ന്, ദേവരാജ് മാഷിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരത്തിൻ്റെ മൂല്യം എന്തിനും നമുക്കെല്ലാം അറിയാം. അന്നേരം ഞാൻ പറയേണ്ടിയിരുന്നതായിരുന്നു, അത് കൊടുത്തത് ദാസേട്ടനാണ്. അതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, സ്വരലയ എന്ന ഈ ചെറിയ സംഘടന, ആ സംഘടനയുടെ വേദിയിൽ വരുമ്പോൾ സംഗീതത്തിൻ്റെ എല്ലാമായ ത്യാഗരാജ ഭാഗവതരും അവിടെയുണ്ട്. അതെങ്ങനെയാണെന്ന് ചിലർക്ക്, ഇപ്പോൾ കാവാലൻ ശ്രീകുമാരനെ പോലുള്ളവർക്കൊക്കെ അറിയാം. ഈ സ്വരലയ എന്നുള്ള പേര് അത് ഞങ്ങൾ ഡൽഹിയിൽ കുറച്ച് പേര് ചേർന്ന് ചർച്ച ചെയ്ത് എടുത്തതാണെങ്കിലും ആ പേരിൻ്റെ പേറ്റൻ്റ് സാക്ഷാൽ ത്യാഗരാജസ്വാമികൾക്കാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീരാഗത്തിലുള്ള അതിപ്രശസ്തമായ എന്തൊരു മഹാനുഭാവലു എന്നുള്ള കൃതി, ആ കൃതിയിലെ ഒരു പ്രയോഗമാണ് സ്വരലയ എന്നുള്ളത്. ആശയം ഞങ്ങൾ കിട്ടിയെന്നതാണ്. ഇപ്പോൾ ഡൽഹിയിലുള്ള ഓംചേരി സാറും ലീല ഓംചേരിയും അതുപോലെ നമ്മുടെ പ്രഭാവർമ്മയും ഞങ്ങളൊക്കെ കൂടെ ചർച്ച ചെയ്തിട്ടാണ് ആ പേരെടുത്തത്. അതുകൊണ്ട് സ്വരലയ പുരസ്കാരം കിട്ടുമ്പോൾ ത്യാഗരാജസ്വാമികളുടെ അനുഗ്രഹവും അതിലുണ്ട് എന്നുള്ള കാര്യമാണ് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറയാത്തത്. പിന്നെ സ്വരലയ പുരസ്കാരം, അതിപ്പം ഡൽഹിയിൽ സ്വരലയ പുരസ്കാരം നൽകപ്പെട്ടിട്ടുണ്ട്. അത് ടി ബൃന്ദയ്ക്കാണ് ആദ്യം കൊടുത്തത്. പിന്നെ ഷമ്മാങ്കുടി, MS സുബ്ബലക്ഷ്മി, ബിസ്മില്ല ഖാൻ, അലി അക്ബർ ഖാൻ, അങ്ങനെ എല്ലാം പറയുന്നില്ല, ഗംഗുഭായ് ഹങ്കൽ. ഇവിടെ കേരളത്തിൽ സ്വരലയുടെ ചാപ്റ്റർ തുടങ്ങിയ ശേഷം ഇവിടെയുള്ള രാജ്മോഹൻ സാറും RS ബാബുവും പിന്നെ ഇവിടുന്ന് പോയ നജീബും ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇരിക്കുന്ന സുന്ദരേശനും ഒക്കെ അതിനകത്ത് സജീവമാണ്. വളരെ കൃത്യമായ ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രം ഡൽഹി സ്വരലയെ ഒതുങ്ങി നിന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ശാസ്ത്രീയ സംഗീതവും ജനകീയ സംഗീതവും ഒക്കെ കൂടെ സമന്വയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ സ്വരലയുടെ വ്യത്യസ്ത ചാപ്റ്ററുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ TR അജയനൊരു ഇരിപ്പുണ്ട്. പാലക്കാട്ടെ സ്വരലയ ചാപ്റ്ററാണ് ഓരോ വർഷവും. അപ്പോൾ എന്നാണ് നവനീതിൻ്റെ പരിപാടി പാലക്കാട് ചാപ്റ്റർ നടക്കുക? കാര്യം KV നാരായണസ്വാമിയുടെയും പാലക്കാട് മണിയരുടെയും MD രാമനാഥൻ്റെയും ചെമ്പയുടെയും ഒക്കെ നാടാണ് പാലക്കാട്. അതുകൊണ്ട് നവനീതിനെ പാലക്കാട് കാത്തിരിക്കുകയാണ്. താണ്ടെ TR അജയൻ അത് സമ്മതിച്ചു കഴിഞ്ഞു. നമ്മുടെ ലോകത്തൊരുപാട് കാലുഷ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ലോകത്ത് എവിടേക്കോ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിലും കേരളത്തിലും നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ഭയക്കുന്ന ബന്ധുക്കൾ പരസ്പരം കൊല്ലുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്, അല്ലേ? ഇന്നലത്തെയും പത്രത്തിലുണ്ട്. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഈ തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു സ്ഥലത്ത് നടന്ന സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. സംഗീതവും സംസ്കാരവും കലയും കൂടുതൽ ജനങ്ങളിൽ എത്താത്തത് കൊണ്ടുകൂടിയാണ് ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സംഗീത സാന്ദ്രമാകുന്നത് ഒരുപാട് അക്രമങ്ങളിൽ നിന്നും സാമൂഹ്യവിരുദ്ധ പ്രവണതകളിൽ നിന്നും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ശക്തികളുണ്ട്. അവയുടെ ദുഷ്കൃത്യങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സമൂഹത്തെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള വലിയൊരു ഔഷധമാണ് സംഗീതം. അത് കൂടുതൽ വ്യാപിക്കട്ടെ. യുവാവായ നവനീത് ഉണ്ണികൃഷ്ണൻ, പിന്നെ ഇതിനൊക്കെ അവതരിപ്പിച്ച പല ഭാവങ്ങളുള്ള ശ്രീ ജയരാജ് വാര്യർ, അദ്ദേഹം ഒരു കാര്യം നിങ്ങളിൽ നിന്നും നിങ്ങളോട് വെളിപ്പെടുത്താതെ സൂക്ഷിച്ച് ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ വെളിപ്പെടുത്തുമോ എന്നുള്ള ഭയം കൊണ്ടാവും ആദ്യം എന്നെ അധികം സംസാരിക്കാൻ അനുവദിക്കാതെ പരിപാടി ഒതുക്കിയത്. അതിമനോഹരമായി ഇവിടെ ഗാനം ആലപിച്ച ഇന്ദുലേഖ, ആ ഇന്ദുലേഖയുടെ അച്ഛൻ ആണ് ജയരാജ് വാര്യർ. അതുകൊണ്ട് ഇന്ദുലേഖയ്ക്ക് നിങ്ങൾ കൈയടി കൊടുത്തു. അങ്ങനൊരു സംഗീത പ്രതിഭയെ നമുക്ക് സമ്മാനിച്ച ജയരാജ് വാര്യർക്കും അതിൽ സഹകരിച്ച ആളുടെ പേരെന്താണ്? ഉഷ. ജയരാജ് വാര്യരെ കൊണ്ട് മാത്രം അത് കഴിയില്ലല്ലോ, ഉഷ കൂടി സഹകരിച്ചതുകൊണ്ട് ഇന്ദുലേഖ. പിന്നെ ഈ സംഗീതം ഒരുക്കിയ ഈ പ്രതിഭകൾ, അവരെ ഓരോരുത്തരെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഒരുപാട് വേദികളിൽ സ്വരലയ്ക്കൊപ്പം വന്നതാണ്. അപ്പോൾ വളരെ നല്ല ഒരു സായാഹ്നം നമുക്കിവിടെ ഉണ്ടായി. നമുക്കൊരു ദുഃഖം മാത്രം എന്നെപ്പോലെ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് നേരം കൂടെ നീണ്ടു നിൽക്കേണ്ടതായിരുന്നു ഇത് എന്നുള്ളൊരു ദുഃഖമാണ്. എന്തായാലും നമുക്ക് നാളത്തേക്ക് വേണ്ടി കുറേ കാത്തു വെക്കണമല്ലോ, അടുത്ത പരിപാടിക്ക് വേണ്ടി. നവനീതിനും ഇന്ദുലേഖയ്ക്കും ഓർക്കസ്ട്രയ്ക്കും
ഇവിടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ ഈ സായാഹ്നം അർത്ഥപൂർണ്ണമാവുകയില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. നവനീതിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. സഹോദരൻ അനിരുദ്ധുണ്ട്. പിന്നെ വലിയച്ഛൻ, ബന്ധുക്കൾ, കുറേയധികം ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇത്രയും ബന്ധുക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് നവനീതിൻ്റെ സംഗീത പരിപാടി ആദ്യമായിട്ട് നടക്കുകയാണെന്ന്. അവരൊക്കെ വരാറുണ്ട് പലയിടത്തും. പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് വന്നത് അത് കാരണം അവരെല്ലാം ദേവരാജൻ മാസ്റ്ററെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ദേവരാജ പുരസ്കാരം നവനീതിന് കിട്ടുക എന്നുള്ളത് കുടുംബത്തിന് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. അനുമോദനങ്ങൾ. Thank you so much. First off, want to thank the entire orchestra once again. Give them a big round of applause for providing such fantastic support on such an occasion like today. Then want to thank, of course, Indu Chechi for being a wonderful co-singer throughout. So please give her a big round of applause for Jairaj uncle's anchoring and support throughout the entire stage process. And then, of course, want to thank the entire Swanalaya jury again, M.A. Baby Sir, Ravi Menon uncle, Dr. Srilekha ji, the entire team that chose to bestow this award upon me. So hugely thankful. Then, of course, thankful to my gurus, all of them, my parents, my family, and to each and every one of you for coming out here. And like I say, I can say it again and again, but taking valuable time out of your day to come and listen to the both of us. I appreciate that. So thank you so much, and till next time.